third module, health and fitness management. The second unit from that module, sports training. എന്താണ് sports training? Through this unit, we can learn meaning of sports training, principles of sports training, aim and objective of sports training, degree of load and adaptation, supercompensation, intensity of load and load moving. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കണം. Before that, we can learn what mean by sports and training. എന്താണ് സ്പോർട്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതേപോലെ ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Sports means it is an activity involving physical exercise and skills in which an individual or team competitive against another or others for entertainment. Training sports എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീമോ മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ടീമിനോടോ മത്സരിക്കുന്നത് എന്തിനു വേണ്ടി? ഫോർ എന്റർടൈൻമെന്റ്. ഈ ആക്ടിവിറ്റിയാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഫിസിക്കൽ എക്സർസൈസ് ആൻഡ് സ്കിൽ, കായികമായിട്ടുള്ള സംഭാവനയും അതേപോലെ നൈപുണ്യപരമായിട്ടും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കൂട്ടം ടീം കോമ്പറ്റീറ്റീവ് അഗൈൻസ്റ്റ് അതേഴ്സ് ഫോർ എന്റർടൈൻമെന്റ്. ദാറ്റ് മീൻസ് ദ സ്പോർട്സ്. നെക്സ്റ്റ് ഇസ് ദ മീനിങ് ഓഫ് ട്രെയിനിങ്. എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ് ഈസ് പ്രിപ്പയർ ഫോർ സം ടാസ്ക്. ഒരു ടാസ്ക്, ഒരു ജോബ് ചെയ്യുന്നതിന് തയ്യാറാക്കുക. ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരാള് ഡ്രൈവർ എന്ന് വിളിക്കണം. ആ ഡ്രൈവർ എന്ന ആ വ്യക്തി അയാൾ ഡ്രൈവിംഗ് നല്ലപോലെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ആ ഡ്രൈവിംഗ് എന്ന ആ ടാസ്ക് അല്ലെങ്കിൽ ആ ജോലി അയാൾ സ്വായത്തമാക്കിയത് ത്രൂ ഡ്രൈവിംഗ് എന്ന പരിശീലനത്തിലൂടെയാണ്. ഡ്രൈവിംഗ് എന്ന പരിശീലനത്തിലൂടെയാണ് അയാൾ ഡ്രൈവറായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ആ ജോബ് ചെയ്യാൻ വേണ്ടി പ്രാപ്തനായി, പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തയ്യാറാവാൻ പ്രാപ്തനായി മാറുമ്പോൾ ഡ്രൈവിംഗ് എന്ന ട്രെയിനിങ്. So training means to prepare for do some task or particular job. Training is an act increasing knowledge and skill of an employee for particular job. Training എന്നാൽ അറിവും നൈപുണ്യതയും എല്ലാം നേടിയെടുക്കാൻ തയ്യാറാണ് for to particular job. This is the meaning of training. Sports എന്താണ്? ട്രെയിനിങ് എന്താണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അർത്ഥം എന്താണെന്ന്. Next the meaning of sports training. എന്താണ് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ എന്നുള്ള അർത്ഥം? സിമ്പിളായിട്ട് പറയുന്നത് സ്പോർട്സ് ട്രെയിനിങ് prepare a sports person for sports performance. Sports performance വേണ്ടി ഒരു സ്പോർട്സ് താരത്തെ തയ്യാറാക്കുന്നതിനാണ് സ്പോർട്സ് ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. The preparation for sports performance. A person, a sports person prepared for sports performance. ഈ സ്പോർട്സ് പെർഫോമൻസ് എങ്ങനെയാണ്? പെർഫോം ഡ്യൂറിംഗ് ദ കോമ്പറ്റീഷൻ ടൈം. അങ്ങനത്തെ ടൈം ഓഫ് കോമ്പറ്റീഷൻ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് ഒരു സ്പോർട്സ് താരത്തെ തയ്യാറാക്കുന്നതിനാണ് സ്പോർട്സ് ട്രെയിനിങ്. ഇനി ഈ തയ്യാറാവുന്നത് എങ്ങനെയൊക്കെയാണ്? പ്രിപ്പറേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രിപ്പറേഷൻ, ടെക്നിക്കൽ പ്രിപ്പറേഷൻ, ടാക്ടിക്കൽ പ്രിപ്പറേഷൻ ആൻഡ് മെന്റൽ പ്രിപ്പറേഷൻ ഓഫ് സൈക്കോളജി. ഈ പ്രിപ്പറേഷനിലൂടെ എല്ലാം ഒരു സ്പോർട്സ് താരം സ്പോർട്സ് പെർഫോമൻസിന് വേണ്ടി തയ്യാറാണ്. ഫിസിക്കൽ പ്രിപ്പറേഷൻ, technical preparation, tactical preparation and psychological preparation. This is the meaning of sports training. Next we can move to the definition of sports training. എന്താണ് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ നിർവചനം? സ്പോർട്സ് ട്രെയിനിങ് എന്നതിനെക്കുറിച്ച് ഓരോ വ്യക്തികൾ നിർവചിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് സ്പോർട്സ് ട്രെയിനിങ്. നമുക്ക് ഓരോ വ്യക്തികൾ സ്പോർട്സ് ട്രെയിനിങ് നിർവചിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 1993 ഹർദേവ് എന്ന ഈ മഹത്വ sports training. According to him,
Sports training is a pedagogical process. Sports training is a pedagogical process based on scientific principles. ശാസ്ത്രീയപരമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു pedagogical process എന്നതാണ് അർത്ഥത്തിൽ സ്പോർട്സ് ട്രെയിനിങ്. ഇത് എന്താ വെച്ചാൽ aiming at preparing sportsmen for high performance in competition time. ഇതിന്റെ ലക്ഷ്യം ഒരു സ്പോർട്സ് പേഴ്സന്റെ ലക്ഷ്യം ഹൈ പെർഫോമൻസ് കോമ്പറ്റീഷൻ സമയത്ത് കാഴ്ചവെക്കലാണ്. According to others about sports training is a pedagogical process based on scientific principles, aiming the preparing sportsman for high performance during the competition. And the pedagogical process. Pedagogy means science and art of education. ശാസ്ത്രീയപരമായിട്ടും കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ pedagogy എന്ന് സംഭവിക്കുന്നത്. What mean by pedagogical process? എന്താണ് pedagogical process? Pedagogical process എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമുക്കൊരു കാര്യം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് അത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാണ്. എന്തൊക്കെ തയ്യാറെടുപ്പ്, എന്തൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ വഴികൾ നമ്മൾ സ്വീകരിക്കുന്നു എഫക്റ്റീവ്ലി വിജയകരമായിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ പ്രിപ്പയർ ദ കണ്ടന്റ്. നമ്മൾ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഫസ്റ്റിലെ പ്രിപ്പയർ ദ കണ്ടന്റ്. ഇനി കണ്ടന്റ് പ്രിപ്പയർ ചെയ്യാം. ഹൗ ടു പ്രസന്റ് ദീസ് കണ്ടന്റ് ടു ദ ലേണേഴ്സ്. നമുക്ക് ആ കുട്ടിയിലേക്ക് ഈ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കണ്ടന്റ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ഒരു പുഷ് പാസ് എന്ന സ്കില്ല് നമ്മൾ ഒരു കുട്ടിക്ക് പഠിപ്പിക്കാം. ആ കുട്ടിക്ക് പുഷ് പാസ് ചെയ്യുന്നതിന് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്ന മാർഗം. ഫസ്റ്റ് നമ്മൾ ആ പുഷ് പാസ് എന്ന കണ്ടന്റ് പ്രിപ്പയർ ചെയ്യും. ഇനി അത് ഹൗ ടു പ്രസന്റ് ദിസ് കണ്ടന്റ് ടുവേഴ്സ് ദ ലേണർ. ഈ കണ്ടന്റ് ഒരു പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ പ്രസന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഹെൽപ്പ് നമുക്ക് വേണം പ്രോപ്പറായിട്ട് ഈ കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്നത്. ഈ സ്കില്ലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലെക്ചർ ചിലപ്പോൾ ഓഡിയോ വിഷയത്തിൽ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ കുട്ടിക്ക് പല രീതിയിലുള്ള അസസ് ഉപയോഗിക്കാറുണ്ട്. ഈ അസസ് ആർ കണക്റ്റഡ് വിത്ത് ദ മെയിൻ കണ്ടന്റ്. ഈ ഇതെല്ലാം എന്തിനാണ് മെയിൻ കണ്ടന്റ് കിട്ടുന്നത്, മെയിൻ കണ്ടന്റ് അസസ് ചെയ്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഈ കണ്ടന്റും ഈ അസസ്മെന്റും കൂടെ ഒരുമിച്ച് എങ്ങനെ കുട്ടിയെ ചിന്തിപ്പിക്കാമെന്ന് നമ്മൾ ഈ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ കുട്ടിയിൽ എങ്ങനെ ചിന്തിക്കണം, കുട്ടിയിൽ എങ്ങനെ മനസ്സിലാക്കുന്നതാണ് അടുത്ത്. അത് കഴിഞ്ഞ് കുട്ടി മനസ്സിലാക്കിയതിനു ശേഷം ഇവാലുവേഷൻ കുട്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കാൻ ഇവാലുവേറ്റ് ചെയ്യണം, അത് കറക്ഷൻ ചെയ്യണം, മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്ഷൻ. ദീസ് പ്രോസസ് ഈസ് ദ പെഡഗോഗിക്കൽ. ഈ പ്രോസസ്സിലൂടെ കുട്ടിക്ക് ആ കണ്ടന്റ് വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും, വ്യക്തമായി പഠിക്കുവാൻ മനസ്സിലാക്കാൻ സാധിക്കും. ദിസ് ഈസ് ദ പെഡഗോഗിക്കൽ പ്രോസസ്. According to Hardare Singh, sports training is a pedagogical process. The pedagogical process based on the scientific principles. ശാസ്ത്രീയപരമായ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യുന്ന പെഡഗോഗിക്കൽ പ്രോസസ് ചെയ്യുന്നതാണ് സ്പോർട്സ് ട്രെയിനിങ് ആണ് ഹർദയാൽ സിംഗിന്റെ അഭിപ്രായം. അതിന്റെ എയിം ടു പ്രിപ്പയർ എ സ്പോർട്സ് പേഴ്സൺ അച്ചീവ് ഹൈ പെർഫോമൻസ് ഇൻ കോമ്പറ്റീഷൻ. സ്പോർട്സ് പേഴ്സൺ ഹൈ പെർഫോമൻസ് കോമ്പറ്റീഷനിൽ ചെയ്യുന്നുണ്ട്. Next we can learn other definition about sports training. Matthew 1981 he defined about sports training. Sports training is the base of preparation of sports person. ഒരു അടിസ്ഥാന തയ്യാറെടുപ്പാണ് സ്പോർട്സ് പേഴ്സന്റെ ഒരു അടിസ്ഥാന തയ്യാറെടുപ്പുകളാണ് സ്പോർട്സ് ട്രെയിനിങ്
Another definition. 1986, Harrod, he defined about sports training. Sports training based on scientific knowledge is a pedagogical process of sports perfection which through systematic effect on psycho-physical performance ability and performance readiness at leading the sportsman to high and highest performance. Through active and conscious interaction with the given demand in sports training, the sportsman's personality develops according to the normal and standard of socialist society. This is the definition by Harrod about sports training 1986. Next, we can learn characteristics of sports training. Sports training is a that's a individual process. Sports training is an individual process. Sports life corresponding to the demand of competitive sports. Sports training must be planned and systematic. Sports training is a scientific. Next character, coach as a leader. Controlled daily routine. Sports training calls for high degree of self-reference on the part of the sports person. Next character, educational process. These are the characteristics of sports training. ഈ പറഞ്ഞ ഇത്രയും വലിയ കാര്യങ്ങളാണ് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എന്നുള്ളത്. നെക്സ്റ്റ്, aim and objectives of sports training. Sports training is ലക്ഷ്യങ്ങളും objectives. The aim of sports training is prepare a sports person physically, physiologically and psychologically for possible high performance during the main competition. Sports ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് താരത്തെ ഫിസിക്കൽ ആൻഡ് ഫിസിയോളജി ശാരീരികപരമായിട്ടും ശരീരഘടനാപരമായിട്ടും ആൻഡ് സൈക്കോളജി മാനസികപരമായിട്ടും തയ്യാറാക്കുക ഫോർ പോസിബിൾ ഹൈ പെർഫോമൻസ് ഇൻ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ സാഹചര്യത്തിൽ അയാളുടെ ഹൈ പെർഫോമൻസ് സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു സ്പോർട്സ് താരത്തെ ശാരീരികപരമായിട്ടും ശാരീരികഘടനാപരമായിട്ടും സൈക്കോളജിക്കൽ മാനസികപരമായിട്ടും തയ്യാറാക്കുന്നതെന്നാണ് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം. നെക്സ്റ്റ് ഇസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്പോർട്സ് ട്രെയിനിങ്. എന്താണ് സ്പോർട്സ് ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് പേഴ്സണാലിറ്റി. എയിം ഓഫ് സ്പോർട്സ് ട്രെയിനിങ് ഇസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സ്പോർട്സ് പേഴ്സണാലിറ്റി. ഫിസിക്കൽ പ്രിപ്പറേഷൻ, tactical preparation, technical preparation and psychological or mental preparation. These are the objectives of sports training. Now you listen this video. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് വ്യത്യസ്ത സ്പോർട്സ് ഇവന്റ്സിൽ അവർ ഓരോ കായിക താരങ്ങളും കാഴ്ചവെച്ച അവരുടെ പെർഫോമൻസ് മെയിൻ കോമ്പറ്റീഷൻ സമയത്ത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പീരീഡിൽ ആ കായിക താരങ്ങൾ അവരുടെ ഹൈ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഓരോ വ്യത്യസ്ത സ്പോർട്സ് ഇവന്റിലും അവർ കാഴ്ചവെക്കുന്ന സ്പോർട്സ് പെർഫോമൻസ് നേടിയെടുത്തത് ത്രൂ ദ സിസ്റ്റമാറ്റിക് ആൻഡ് പ്ലാൻ ട്രെയിനിങ് ആണ്. അല്ലാതെ പെട്ടെന്നൊരു പെർഫോമൻസിന് കാഴ്ചവെക്കാൻ ത്രൂ ദ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് ആൻഡ് പ്ലാൻഡ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് ഇവർ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. ഈ പെർഫോമൻസ് അവർ ട്രെയിനിങ് നേടിയെടുക്കുന്നത് ഇതിൽ പ്രിപ്പയർഡ് ആണ്. അവർ ഫിസിക്കൽ പരമായിട്ടും മാനസികപരമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള പ്രിപ്പറേഷൻ അവർ നേടിയെടുക്കുന്നത് ത്രൂ ട്രെയിനിങ്ങിലൂടെ. ആ ട്രെയിനിങ്ങിലൂടെ നേടിയിട്ട് പ്രിപ്പയർഡ് ആയി ഫോർ അച്ചീവ് ഹൈ പെർഫോമൻസ് ഡ്യൂറിംഗ് ദ കോമ്പറ്റീഷൻ. ഇതിനകത്ത് അവർ ആ പ്രിപ്പറേഷൻ്റെ ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് പേഴ്സണാലിറ്റി, physical preparation, tactical preparation,
നല്ലതായ സ്പോർട്സ് ഇവന്റിലേക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. Next we can move to learn principles of sports training. ഒരു സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാം, സ്പോർട്സ് ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട തത്വങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ്. സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ തയ്യാറാക്കുക. സ്പോർട്സ് ട്രെയിനിങ് പ്ലാനിലെ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്ന് ആദ്യം നമ്മൾ പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ്. One principle, the principles of continuity. Principles of continuity. നേരത്തെ പറഞ്ഞു സ്പോർട്സ് ട്രെയിനിങ് is a continuous process. ഒരു continuous process ആണ് മാത്രമേ can develop the performance അല്ലെങ്കിൽ performance for the competition period. So നിങ്ങളിപ്പോൾ സ്പോർട്സ് ട്രെയിനിങ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾക്കിപ്പോൾ ഈ കോവിഡ്-19 3 മാസത്തെ ബ്രേക്ക് വന്നത്, ഏകദേശം 3 മാസത്തെ ബ്രേക്ക് വന്നത് സ്പോർട്സ് ട്രെയിനിങ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഡെവലപ്മെന്റ്, പെർഫോമൻസ് ഡെവലപ്മെന്റ് ഡിഗ്രീസ് ആയിരുന്നു, ഫിസിക്കൽ കപ്പാസിറ്റി ഡിഗ്രീസ് ആയിരുന്നു. എന്നുവെച്ചാൽ ആ കണ്ടിന്യൂസിൽ ഫോക്കസിലാണ് ബ്രേക്ക് വന്നത്. Any break can happen in the continuous process. The sports decrease the sports performance and also physical capacity of sports person. Sports person are sports performance. അതേപോലെ കായിക കഴിവ് കുറവ് ഈ സ്പോർട്സ് ട്രെയിനിങ്ങിനകത്ത് തുടർച്ചയായ സ്പോർട്സിനകത്ത് ബ്രേക്ക്. At the same time, difficult to maintain the performance. Performance നിലനിർത്താൻ സാധിക്കില്ല. അതേപോലെ നിങ്ങൾ പെർഫോമൻസ് താഴ്വരും. When the breakage happens in the continuous process, the result will be decrease of the performance and physical capacity of the sports person. At the same time, maintenance of the sports. Next, the principles of overload. Principles of overload. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ റാപ്പിഡായിട്ട് ക്വിക്ക് ലോഡ്. The rapid quick overload leads to injury or muscle damage. നമ്മൾ ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ലോഡ് എങ്ങനെ കൊടുക്കണമെന്നല്ല പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ്. The increasing the overload or improving the performance. Performance improve ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലോഡിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കും. For continuous improvement, for continuous development, the training load should be increased after the adaptation of the previous training. നമ്മൾ ട്രെയിനിങ് ലോഡ് ഇൻക്രീസ് ചെയ്ത് മാത്രമേ സ്പോർട്സ് പെർഫോമൻസിന് വേണ്ടി ഇൻക്രീസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇൻക്രീസ് ദ ട്രെയിനിങ് ലോഡ് should be after the adaptation of previous load. Example, ഇപ്പോൾ അതേപോലെ ട്രെയിനിങ് ലോഡ് അല്ലെങ്കിൽ ട്രെയിനിങ് റാപ്പിഡായിട്ട് ഉയർത്തുക, അത് സ്പോർട്സ് താരത്തിന്റെ ഇഞ്ചറിയിലോട്ടോ അല്ലെങ്കിൽ മസിൽ ഡാമേജ്. അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുകയാണ്, ലോഡ് കൊടുത്ത് രാത്രി കൊടുക്കും. എല്ലാം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നാണ്. സാധാരണ സങ്കീർണതയാണ് ഒറ്റയടിക്ക് സങ്കീർണതയായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഗ്രാജുവലി ഇൻക്രീസ് ദ ലോഡ് after adaptation to increase the next load. Loading for the continuous improvement. നമുക്കൊരു സ്പോർട്സ് താരത്തെ ലോഡ് കൂടുന്നത് അയാള് ലോഡ് നൽകിയതിനു ശേഷം ആ ലോഡുമായിട്ട് ശരീരം അഡാപ്റ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്ത ലോഡ്. After the adaptation of previous load, move to the next increase of the load. അടുത്ത ലോഡ് കൊടുക്കുന്നത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു തത്വം. സ്പോർട്സ് ട്രെയിനിങ്ങിൽ പാലിക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർലോഡ്. നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അല്ലേ, every sports person are differently to respond the increase of the load and exercise. നമ്മൾ എല്ലാ സ്പോർട്സ് താരങ്ങളും വ്യത്യസ്തമാണ്. അല്ലേ, ലോഡിനോടും അതുകൊണ്ട് എക്സസൈസിനോടും റെസ്പോണ്ട് ചെയ്തു. ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയാം, മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ്. അതേ സെയിം ഇൻഡിവിജ്വൽ ഡിഫറൻസ്
in height, weight, age, and knowledge previous training, മുൻകാലങ്ങളിൽ ട്രെയിനിങ് പങ്കെടുത്തതാണ്, and his environment, അയാളുടെ ചുറ്റുപാട് എന്നീ കാര്യങ്ങളിലെല്ലാം ഓരോ സ്പോർട്സ് താരം അല്ലെങ്കിൽ ഓരോ ഇന്ത്യയും വ്യത്യസ്തമായിരുന്നു. അതടിസ്ഥാനമാക്കി തന്നെ ടു മോഡിഫൈ ദ ട്രെയിനിങ് പ്രോഗ്രാം, അതടിസ്ഥാനമായ ട്രെയിനിങ് പ്രോഗ്രാം മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോഡിഫിക്കേഷൻ വരുത്തുന്നത് എന്തൊക്കെ പരിഗണന നൽകിയിട്ടാണ്? The modification consider the which condition are given for modify the training program or training plan. ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ വ്യത്യസ്തമായിട്ടാണ് സ്പോർട്സ്, ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് സ്പോർട്സ് വ്യത്യസ്തമാണ്. ഒരാൾക്ക് ട്രെയിനിങ്ങിൽ നൽകുന്ന സ്പോർട്സ് എക്സസൈസ്, അതുകൊണ്ട് എക്സസൈസ് റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ജോഡ് തരത്തിലുള്ള റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിൽ എന്നിവയിലെല്ലാം ഓരോ വ്യത്യസ്തമായിരിക്കണം. അതേപോലെ തന്നെ അയാളെ ചുറ്റുപാട് ഏത് തരത്തിലുള്ള ചുറ്റുപാടുന്നത് മെയിലായിട്ട് ഫീമെയിൽ വ്യത്യസ്തത, ഇതെല്ലാം അടിസ്ഥാനമാക്കി താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സ്പോർട്സ് ട്രെയിനിങ് പ്ലാനിൽ മോഡിഫിക്കേഷൻ നടത്തണം. ഇതാണ് ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡിവിജ്വൽ വെറൈറ്റി. ഇനി അത് ഏതൊക്കെയാണ് നമ്മൾ പരിഗണന നൽകുന്നത്? Large muscle, large muscle is slower than small muscle. വലിയ മസിൽ പതുക്കെ ഹീൽ ചെയ്യുള്ളൂ, റിക്കവർ ചെയ്യുള്ളൂ compared to small muscles. Fastest muscles fibers recover quickly than slowest muscle fibers. Fastest muscle fibers പെട്ടെന്ന് റിക്കവർ ആവും compared to slowest muscle fibers. Humans have more recovery time compared to men. Sports persons, humans ഒരു അധികം റിക്കവർ സമയമാണ്, റിക്കവർ ടൈം റിക്കവർ ഫോർ ഫാസ്റ്റ് ആൻഡ് എക്സ്പ്ലോസീവ് മൂവ്മെന്റ്സ് റിക്വയർ മോർ റിക്കവർ ടൈം. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പാനൽ ഫാസ്റ്റ് ആൻഡ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ട്രെയിനിങ് വർക്കാണ് നടക്കുന്നത്, റിക്വയർ മോർ റിക്കവർ. ആ ട്രെയിനിങ് ശേഷം ആ അത്ലറ്റിന് അധികമായിട്ടുള്ള റിക്കവർ സമയം ആവശ്യമാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ നടത്തണം പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം എന്നതാണ് ഒരു തത്വം. The principles of individual development. The next is the principles of general and specific. Principles of general and specific. General preparation serves with the base of specific preparation. ഈ ജനറൽ പ്രിപ്പറേഷൻ എന്നത് ഒരു അടിസ്ഥാനമാണ്. ഇതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്താണ്? ജനറൽ പ്രിപ്പറേഷൻ. ജനറൽ പ്രിപ്പറേഷൻ ഇസ് ദ ബേസ് ഫോർ ദ സ്പെസിഫിക് പ്രിപ്പറേഷൻ. ജനറൽ പ്രിപ്പറേഷൻ ഇൻക്രീസ് ദ ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ആൾ ബോഡി ആൻഡ് ഓർഗൻ. ജനറൽ പ്രിപ്പറേഷൻ ഇതാണ് ഫങ്ഷണൽ capacity of our body and organ. Specific preparation improve the system and organ on which the performance directly dependent. General preparation all of the body functions and system improve it. Specific preparation improve the system and organ of the body and in which performance directly dependent. Performance direct ആയിട്ട് ആശ്രയിക്കുന്നുണ്ട്. സ്പെസിഫിക് പ്രശ്നം ഒരു ഫുട്ബോളേഴ്സിന് നൽകുന്ന ട്രെയിനിങ് അല്ല വോളിബോളേഴ്സ് നൽകുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോർട്സ് കോമ്പറ്റീഷനകത്ത് എന്താണ് ആവശ്യകത എന്നുള്ളതിനകത്ത് അടിസ്ഥാനമാക്കിയ ബേസ് ചെയ്തിട്ടാണ് സ്പെസിഫിക് പ്രശ്നം തയ്യാറാണ്. ഫുട്ബോളേഴ്സ് ലോവർ സ്ട്രെങ്ത് കൂട്ടുന്നത്, ലോവർ ബോഡി ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ ആ കോമ്പറ്റീഷൻ ഡിമാൻഡ് ചെയ്യുന്നത് ലോവർ ബോഡി പാർട്സ് ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിപെൻഡ് ചെയ്യും. അപ്പോൾ സ്പെസിഫിക് പ്രിപ്പറേഷൻ ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദ all of the body and same time performance directly dependent. എന്താണ് performance directly dependent? That preparation also improve the specific preparation. The next principle is principles of progression.
The overload should be increased lead to the overload should be increased rapidly lead to muscle damage. The progression of the principle training plan the increase of the overload not be improved rapidly. The overload പെട്ടെന്ന് അത് improve ചെയ്യും. The increase of the overload, rapid increase of the overload lead to injury or muscle damage. Emphasize need for proper rest and recovery. Training plan തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം emphasize proper time for recovery and rest. ഒരു റെസ്റ്റ് എടുക്കുന്നതിനും റിക്കവറിക്കും വേണ്ടിയിട്ടുള്ള ആവശ്യമായ സമയം നൽകുന്നതാണ് ട്രെയിനിങ് പ്ലാൻ കാരണം ശ്രദ്ധിക്കേണ്ടത്. Rapid increase the overload should not be increase the performance. Rapid increase the overload lead to muscle damage and injury. ഈ കാര്യങ്ങൾ പാലിക്കേണ്ട ഒരു തത്വമാണ് സ്പോർട്സ് ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുന്നത്. Principles of progression. The progression should be gradually not increase rapidly and gradually improve progression. Load gradually improve the increased load after the adaptation to move to the next stage or next increase of the load. This is the one principle of the sports training. The next principle is the principles of specificity. Specificity. എന്താണ് പാലിക്കേണ്ട പ്രത്യേകത പ്രത്യേക തത്വങ്ങൾ പ്രത്യേകത എന്താണ് സ്പോർട്സ് ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുന്നത്. Exercising in certain part of the body develop that improving that part. അല്ലേ? അപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് ഒരു പ്രത്യേക പാർട്ടാണ് നൽകുന്നതെങ്കിൽ ആ പാർട്ട് മാത്രമല്ല. എക്സാമ്പിൾ ബൈസെപ്സ് improvement of the biceps. So double on the bicep exercise ചെയ്യുമ്പോൾ improve the biceps part of the hand or bicep part of the body. The exercise in certain part of the body improve that part of the body. ഈ പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ വ്യത്യസ്ത തരമായിട്ടുള്ള സ്പോർട്സ് ഇവന്റുകളിൽ ഉള്ള ട്രെയിനിങ് വ്യത്യസ്ത തരമായിരുന്നു. ഇപ്പോൾ റണ്ണേഴ്സ് get the training through running. Cyclists get the training through cycling. അല്ലേ? നമുക്കൊരു റണ്ണേഴ്സിന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ട്രെയിനിങ് എല്ലാം ഒരു ത്രോ ഇവന്റ് ചെയ്താലുണ്ട്. അപ്പോൾ അതിനകത്ത് സ്പെസിഫിസിറ്റി ഉണ്ട്. ആ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് മറ്റേ അതായത് നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് അത് വ്യത്യസ്തമുണ്ട്. അതാണ് സ്പെസിഫിസിറ്റിയോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫുട്ബോളേഴ്സ് നൽകുന്ന ട്രെയിനിങ് മെത്തേഡല്ല ഒരു സ്വിമ്മേഴ്സ് നൽകുന്നത്. സ്വിമ്മേഴ്സ് ഗെറ്റ് ദ ട്രെയിനിങ് ത്രൂ സ്വിമ്മിങ്. ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പണൻസിന്റെ അകത്തുള്ള മാറ്റങ്ങളല്ല, സ്പെസിഫിക് ആയിട്ട് ഓരോ ഇവന്റിനും ഓരോ സ്പോർട്സ് നൽകുന്ന ട്രെയിനിങ് മെത്തേഡ് വ്യത്യസ്തമായിരിക്കും സ്പെസിഫിസിറ്റി. ഈ തത്വങ്ങൾ പാലിക്കുന്ന സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നു. നെക്സ്റ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ആക്റ്റീവ് മൂവ്മെന്റ്. ആക്റ്റീവ് മൂവ്മെന്റ്. The performance is result of sports person effort and coach's skill. Performance എന്ന റിസൾട്ട് വരും. പെർഫോമൻസ് മാക്സിമം ഇംപ്രൂവ് ആണെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. The sports person's effort and the same time coach's skill. ഒരു കായിക താരത്തിന്റെ എഫോർട്ടും അതേസമയത്ത് കോച്ചസിന്റെ നൈപുണ്യത്തിനും ഒരുമിച്ച് ഇൻവോൾവ് ആകുമ്പോഴാണ് പെർഫോമൻസ് റിസൾട്ട് വരുന്നത്. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കോച്ച് ആൻഡ് സ്പോർട്സ് എഞ്ചിനീയർ ഈസ് നെസസറി ഫോർ ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓർ ഹൈ പെർഫോമൻസ് ഡ്യൂറിംഗ് ദ കോമ്പറ്റീഷൻ പീരിയഡ്. നമുക്കറിയാം, ഒരു ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് കായിക വിദ്യാർത്ഥികൾ കൂടുതൽ സ്പോർട്സ് വിദ്യാർത്ഥികൾ കൂടെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് പ്ലാൻ തയ്യാറാണ്. വിത്തൗട്ട് ദ കോച്ച്, കോച്ചിന്റെ ആബ്സൻസ് ഓഫ് ദ കോച്ച് നിങ്ങൾക്ക് ട്രെയിനിങ് പ്ലാൻ എഫക്റ്റീവ് ആയിട്ട് ഫോളോ ചെയ്യാൻ പാടാണ്. നേരത്തെ പറഞ്ഞ ക്യാപ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് കോച്ചസ് എ മെന്റർ ആൻഡ് ലീഡർ motivator, like provide to the confidence to the players and
active involvement of coach and sports individual is very necessary for improving his performance and going the high performance in the time of competition. Next, principles of variety. Variety in the training program help to maintain an interest and motivation of the sports persons. Principles of variety. നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമിൽ തയ്യാറാക്കുന്നു. നമ്മൾ ട്രെയിനിങ് ഇപ്പോൾ വെറൈറ്റി വ്യത്യസ്തത, ആ ട്രെയിനിങ് ഷെഡ്യൂളിനകത്ത് വ്യത്യസ്തത നമുക്ക് ആ ട്രെയിനിങ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആൻഡ് അതേപോലെ ഒരു പ്രചോദനം ഉണ്ടാവും. ഇൻട്രസ്റ്റ് നിലനിർത്താനുള്ള അല്ലെങ്കിൽ ഒരേ സ്ഥലത്തിലുള്ള ട്രെയിനിങ് മെത്തേഡാണ് ഫോളോ ചെയ്തെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്പോർട്സ് ട്രെയിനിങ്ങിനകത്ത് പങ്കെടുക്കുന്ന സ്പോർട്സ് താരങ്ങൾക്ക് ബോറിംഗ് അല്ലെങ്കിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് വ്യത്യസ്തത വരുത്തുക എന്നുള്ളത് ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കാൻ പറയുന്നത് തത്വമാണ്. അല്ലേ? അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇംപ്രൂവ് ചെയ്യേണ്ട എൻഡുറൻസ് ഇംപ്രൂവ് ചെയ്യാൻ ട്രെയിനിങ് മെത്തേഡ് ഒരേ തരത്തിലുള്ള മെത്തേഡാണ് യൂസ് ചെയ്യണമെങ്കിൽ that will affect the sports person in his interest and in his motivation and maintenance of his interest. അയാളുടെ പ്രചോദനത്തിലും അതേപോലെ ചെയ്യുന്നതിനുള്ള മോട്ടിവേഷനിൽ അല്ലെങ്കിൽ താല്പര്യത്തൊക്കെ പറയും. അപ്പോൾ ചെയ്യുന്നത് ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കണം. ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് പെർഫോമൻസ്. ചേഞ്ച് ദ നേച്ചർ ഓഫ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുന്നതിന്റെ രീതിയിലുള്ള വ്യത്യസ്തങ്ങൾ. Location, the schedule of the time of the day session. ദിവസങ്ങൾ ടൈം ആക്കുക, സമയമാക്കുക. രാവിലെ വൈകുന്നേരം ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന സമയ വ്യത്യാസങ്ങൾ ഒരേ തരത്തിൽ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രതലം. അതേപോലെ ഒരേ തരത്തിൽ ചെയ്യുന്ന എക്സസൈസ് വ്യത്യസ്തമായിട്ടുള്ള എക്സസൈസിൽ മാറ്റം വരുത്തുക, എക്സസൈസിൽ വരുന്ന മാറ്റങ്ങൾ. ആൻഡ് ട്രെയിനിങ് ഗ്രൂപ്പ് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് പരിസരം. ഇതിനകത്തൊക്കെ മാറ്റം വരുത്തുന്നത് സ്പോർട്സ് താരത്തിന് സ്പോർട്സ് വർക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന താല്പര്യവും പ്രചോദനമാകും എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട ഒരു തത്വമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് വെറൈറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് വ്യത്യസ്തത എന്ന തത്വം. നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാം ആൻഡ് കൂൾ ഡൗൺ. എന്താണ് വാമപ്പിന്റെയും കൂൾ ഡൗണിന്റെയും പ്രിൻസിപ്പിൾസ്? പ്രിൻസിപ്പിൾസ് ഓഫ് വാം അപ്പ് ആൻഡ് കൂൾ ഡൗൺ. ഈ വാം അപ്പ് ആൻഡ് കൂൾ ഡൗൺ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വാം അപ്പ്, ഡിഫിനിഷൻ ഓഫ് വാം അപ്പ്, ഇമ്പോർട്ടൻസ് ഓഫ് കൂൾ ഡൗൺ, ഇമ്പോർട്ടൻസ് ഓഫ് വാം അപ്പ് ആൻഡ് കൂൾ ഡൗൺ എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ടീച്ചർ ചർച്ച ചെയ്യുമ്പോൾ പഠിക്കണം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാം അപ്പ് ആൻഡ് കൂൾ ഡൗൺ എന്ന തത്വം സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട ഒരു തത്വമാണ്. The work through low intensity increase the blood flow to the working muscle. Increase the blood flow to the working muscle. Work through low intensity activity increase the blood flow to the working muscles and prepare them for high intensity sports. അത് മാത്രമല്ല, ഈ ലോ ഇന്റൻസിറ്റി ആക്ടിവിറ്റി, ലോ ഇന്റൻസിറ്റി കുറഞ്ഞ ആക്ടിവിറ്റിയിൽ നിന്ന് ബ്ലഡ് ഫ്ലോ ടു ദ വർക്കിംഗ് മസിലോട്ട് ബ്ലഡ് ഫ്ലോ ദാറ്റ് പ്രിപ്പയർ ഫോർ ടു ഹൈ ഇന്റൻസിറ്റി സ്പോർട്സ്. ഹൈ ഇന്റൻസിറ്റി സ്പോർട്സ് ആക്ടിവിറ്റി ഇതാണ് വാം. നമ്മൾ പാലിക്കേണ്ട തത്വം വാമിന്റെ കൂട്ടാണ്. വാമിന്റെ പ്രത്യേകത, വാമിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം ഉൾക്കൊണ്ടിട്ട് പാലിക്കാൻ സ്പോർട്സ് ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട തത്വം. നെക്സ്റ്റ് ദ കൂൾ ഡൗൺ ആൻഡ് ലിംബറിംഗ് ഡൗൺ. ദ കൂൾ ഡൗൺ ഹെൽപ്പ് transferring blood from the working muscle back to the vital organ of the body. Through the cool down movement, cool down the chamber,
blood flow from the working muscle to the vital organ of the body. Working muscle and the vital organ of the body transfer the blood down, cool down, so that cool down and warm are very important in the training program. And other than that, cool down help remove the wastage of the body. Remove the wastage product of the body. You can change it. Cool down and bring it down. Help it. This is the principles of warm and cool down. Cool down teacher and the next principle is principles of rest and recovery. Rest and recovery and the training program. Proper rest and recovery is very important in the training session. This training session is proper rest and recovery. Body regenerate during the rest and become better and strong than before. Body regenerate during the rest and become better and strong than before. Next, training program should be planned to provide proper rest and interval between training activity. Training program proper rest and recovery in between interval activity. അതായത് ഒരു സെക്ഷൻ ആക്ടിവിറ്റി ചെയ്തിട്ട് അടുത്ത സെക്ഷനോടുള്ള സമയം അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ അത്രയും സ്പോർട്സ് ചെയ്യുന്നത് പ്രോപ്പർ റെസ്റ്റും അതേപോലെ തന്നെ റിക്കവറി ആവശ്യമില്ല. Then only can he can develop his performance. Otherwise, അതിനകത്ത് വർഷം അയാളുടെ ബോഡി വീക്കാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കില്ല. Proper rest and recovery provided during the training session. ഇത് നമ്മൾ പാലിക്കാനുള്ള തത്വമാണ് ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് നമ്മൾക്ക് ട്രെയിനിങ്ങിനകത്ത് എയിം എന്ന് പറഞ്ഞാൽ മാക്സിമം പെർഫോമൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ആ ലക്ഷ്യത്തിലോട്ട് മാക്സിമം പെർഫോമൻസ് അറ്റ് ദ ടൈം ഓഫ് കോമ്പറ്റീഷൻ ഏറ്റവും മാക്സിമം അത്രത്തെ പെർഫോമൻസ് കോമ്പറ്റീഷൻ സമയത്ത് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എൻഷ്യൂർ റിസൾട്ട്. എൻഷ്യൂർ റിസൾട്ട് എന്നാണ് അടുത്ത പ്രിൻസിപ്പിൾ. അതായത് റിസൾട്ട് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നതും നമ്മൾ ലക്ഷ്യം ടു മാക്സിമം അച്ചീവ്മെന്റ് കോമ്പറ്റീഷനുകളിൽ നേടാനുള്ളതാണ്. അപ്പൻസ് എയിം ഈസ് ടു അറ്റൈൻ ഗുഡ് റിസൾട്ട്. നല്ല റിസൾട്ട് നേടുക അല്ലെങ്കിൽ കാഴ്ചവെക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ ഈ തത്വം പാലിച്ചാണ് തയ്യാറാക്കുന്നത്. പ്ലാൻ ടു ഗ്യാരണ്ടി ഗുഡ് പെർഫോമൻസ്, മെയിൻറ്റെയിൻ ഇറ്റ് ഫോർ ലോങ്ങർ പീരിയഡ്. ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുന്നത് ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടി ഗുഡ് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് ലഭിക്കുന്നതിന്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് അല്ലെങ്കിൽ പ്രിപ്പയർ ഫോർ ദ ഗുഡ് പെർഫോമൻസ് എന്നീ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ തത്വത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കണം. അതേസമയം തന്നെ മെയിൻറ്റെയിൻ ഇറ്റ് ഫോർ ലോങ് പീരീഡ്. ഈ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യും. ലോങ് പീരീഡ് കുറേ കാലം ഈ മെയിൻറ്റെയിൻ ദ പെർഫോമൻസ് എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മൾ ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് എൻഷ്യൂർ റിസൾട്ട്. അല്ലാത്ത വർഷം നമ്മൾ ട്രെയിനിങ് പ്ലാൻ വെറുതെ റിസൾട്ട് ചെയ്യുമ്പോഴേക്കാതെ കോമ്പറ്റീഷൻ ചെയ്യുമ്പോഴേക്കാതെ വെറുതെ ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അതിനുള്ള ട്രെയിനിങ് നൽകുന്നത് സ്പോർട്സ് താരങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലാവുന്നു. ട്രെയിനിങ്
നൽകിയതിനു ശേഷം ട്രെയിനിങ്ങിൽ ഏർപ്പെടുത്ത ഒരാൾക്ക് ഈ all our preparation for too high performance in the competition period. Competition സമയത്ത് എല്ലാ രീതിയിലും അയാൾ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സ്പോർട്സ് ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ തരത്തിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടതും ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കണം. The next principle is principles of cycling. The training program are developed through various training cycles. That's how microcycle, mesocycle, and macrocycle. The principles of cycling. Our training program തയ്യാറാക്കുന്നത് ഈ പറഞ്ഞ വ്യത്യസ്തമായ സൈക്കിളുകൾ ആ സാധനം microcycle, mesocycle, and macrocycle. നമുക്കറിയാം ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുമ്പോൾ പ്ലാൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് നൽകുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു എയിം അല്ലെങ്കിൽ വരാൻ പോകുന്ന കോമ്പറ്റീഷനിൽ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അതിനകത്ത് കോമ്പറ്റീഷന്റെ ഡേ ഇതിനകത്ത് ലോങ് ഡ്യൂറേഷൻ ട്രെയിനിങ് പ്ലാൻ, മീഡിയം ട്രെയിനിങ് പ്ലാൻ ആൻഡ് ഷോർട്ടസ്റ്റ് ട്രെയിനിങ് പ്ലാൻ. അപ്പോൾ shortest training plan is microcycle, approximately 3 to 10 days. The duration of this training program is 3 to 10 days. The medium training cycle, that cycle is known as the mesocycle. The duration of this cycle is 3 to 6 weeks. More than actually each duration of this training cycle. The next is the longest cycle. This cycle is also known as the mesocycle. The duration of this cycle is 3 to 12 months. മൂന്ന് മുതൽ 12 വരെ മാസം അല്ലെങ്കിൽ ലോങ് ഡ്യൂറേഷൻ സൈക്കിളാണ് മെസോസൈക്കിൾ. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പീരിയഡൈസേഷൻ അടുത്തത് വരുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സൈക്കിൾ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം പഠിക്കും. ഇതിനകത്ത് പ്രിപ്പറേറ്ററി പീരിയഡ്, കോമ്പറ്റീഷൻ പീരിയഡ് ആൻഡ് ട്രാൻസാക്ഷൻ പീരിയഡ്. പ്രിപ്പറേഷൻ പീരിയഡും കോമ്പറ്റീഷൻ ട്രാൻസാക്ഷൻ എന്നീ പീരിയഡുകളും ഈ സൈക്കിളിലേക്ക് വരുന്നത്. അപ്പോൾ പീരിയഡൈസേഷൻ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. The principles of cyclicity is important for the plan of the training program. Training program തയ്യാറാക്കുന്ന cyclicity important കാരണം because of the ഈ training days ന്റെ duration കോമ്പറ്റീഷന്റെ അടിസ്ഥാനമാണ്. These are the principles of cyclicity. ഈ തത്വം പാലിക്കണം. നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാം തയ്യാറാക്കുന്നത് നമ്മുടെ കോമ്പറ്റീഷനിനകത്ത് കോമ്പറ്റീഷന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് കോമ്പറ്റീഷനിൽ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അടിസ്ഥാനമാക്കിയത്. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് ദ ഡേയ്സ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഡേയ്സ് ഇൻ ട്രെയിനിങ് അതനുസരിച്ചാണ് സൈക്ലിസിറ്റി തിരിയുന്നത്. ഈ മെസോസൈക്കിൾ, അതേപോലെ മാക്രോസൈക്കിൾ ആൻഡ് മൈക്രോസൈക്കിൾ. ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്പോർട്സ് ട്രെയിനിങ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചത് meaning of sports training, definition of sports training, and aim and objectives of sports training, principles of sports training. ഇനി ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ടത് ഡിഗ്രി ഓഫ് ലോഡ് ആൻഡ് അഡാപ്റ്റേഷൻ, സൂപ്പർ കോമ്പൻസേഷൻ, ലോഡ് ഇന്റൻസിറ്റി ആൻഡ് ലോഡ് വോളിയം. ഇത്രയും കാര്യമാണ് ഈ യൂണിറ്റിനകത്ത് ഇനി നമുക്ക് പഠിക്കേണ്ടത്. meaning of sports training, principles of sports training, aim of sports training, and objectives of sports training, and definition of sports training. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്